ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് ഭീമാപള്ളിയിലേക്കുള്ള യാത്രയാണ് കേട്ടോ. ഇത് പോന്തറ പള്ളിയാണ്. ഞാൻ പോന്തറ വഴിയാണ് ഭീമാപള്ളിയിലേക്ക് പോകുന്നത്. ഭീമാപള്ളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ട്രിവാൻഡ്രത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ആത്മീയതയ്ക്കും രോഗശാന്തിക്കും ഏറ്റവും പേര് കേട്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഭീമാപള്ളി എന്ന് പറയുന്ന സ്ഥലം. തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിന്റെ ഒക്കെ അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഈ സ്ഥലത്തിന് വേറൊരു പേരുടെ ഉണ്ട്, അതായത് മിനി ഗൾഫ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് കേട്ടോ. ഇവിടെ കിട്ടാത്തതായിട്ട് ഒരു സാധനമില്ല. നമ്മളെ ഗൾഫിൽ കിട്ടുന്ന എല്ലാ ടൈപ്പ് സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇവിടെ മിനി ഗൾഫ് എന്നും പറയാറുണ്ട് കേട്ടോ. നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വരുമ്പോൾ ഇവിടേക്കാണ് വന്ന് മേടിക്കുന്നത്. ഒരുപാട് കച്ചവടക്കാരുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പം നമുക്ക് ഉള്ളിലേക്കുള്ള വിശേഷങ്ങൾ പങ്കുവെക്കാം കേട്ടോ. ഭയങ്കര രസമാട്ടോ. ഉറൂസിന് തന്നെ നിങ്ങൾ വരണം, നല്ല രസമാണ്. ഇവിടെ ഒരു വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ഭീമാപള്ളി ഉറൂസ് എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം നിവാസികളുടെ ഒരു ആഘോഷമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു ആഘോഷമാണ്. നമ്മളെ തിരുവനന്തപുരം ജില്ലക്കാർക്ക് നമുക്ക് 3 പ്രാദേശിക അവധിയാണ് മെയിനായിട്ട് കൊടുത്തേക്കുന്നത്. അതിൽ ഒന്ന് ഭീമാപള്ളി ഉറൂസാണ്, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ വെട്ടുകാട് കൊടിയേറ്റാണ്, 3 ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല. ഈ 3 കാര്യങ്ങൾക്കുമാണ്, 3 ഉത്സവങ്ങൾക്കുമാണ് നമ്മുടെ തിരുവനന്തപുരം നിവാസികൾക്ക് പ്രാദേശിക അവധി വരെ നൽകിയിട്ടുള്ളത്. അതുപോലെ എൻ്റെ വീട് എന്ന് പറയുന്നത് ഈ 3 ദേവാലയങ്ങൾക്കും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്താണ് എൻ്റെ വീട്. അതിനും വളരെ വളരെ സന്തോഷവും അഭിമാനവുമാണ് കേട്ടോ. ഭീമാപള്ളി എന്ന് പറയുന്നത് ഏകദേശം 500 വർഷത്തോളം പഴക്കമുണ്ട്. അതുപോലെ തന്നെ ഈ ഭീമാപള്ളിയില് സൈനിസ ഭീമാ ബീവിയുടെയും മകൻ മാഹിൻ അബൂബക്കറിന്റെയും ഖബറാണ് ഇവിടെ ഉള്ളത്. ഈ ഉറൂസ് സമയത്ത് ഒരു വലിയ ജനാവലി തന്നെ ഇവിടെ ഉണ്ടാവും. കേരളത്തിലുള്ള നാനാ സ്ഥലങ്ങളിൽ നിന്നും നാനാ മതസ്ഥരും പങ്കെടുക്കുന്ന ഒരു കേന്ദ്ര സ്ഥലം കൂടിയാണ് നമ്മുടെ ഭീമാപള്ളി എന്നറിയപ്പെടുന്നത്. കേരള ചരിത്രത്തിന്റെ താളുകളിൽ എഴുതപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഭീമാപള്ളി. ഇവിടുത്തെ പ്രധാന നേർച്ച എന്ന് പറയുന്നത് പട്ട്, പൂവ്, ചന്ദനത്തിരി, ചന്ദനക്കുടം ഒക്കെയാണ്. അപ്പൊ എനിക്കും നേർച്ചയുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയ്ക്കും മകനുമായി പച്ചപ്പട്ടും ചുവന്ന പട്ടും ഒപ്പം പൂവും ചന്ദനത്തിരിയുമാണ് ഞാൻ മേടിച്ചു കൊടുത്തത്. അതുപോലെ കല്ലടി മസ്താൻ അവർക്ക് കൊടുക്കുന്നത് പച്ചപ്പട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ പള്ളിയിലേക്ക് കയറിയിട്ട് വരാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒരുപാട് പേര് കച്ചവടം നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. വളരെ വലിയ വിശാലമായ പാർക്കിംഗ് ആയാലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ KSRTC ബസ് സൗകര്യമുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ അലങ്കരിച്ചിരിക്കുന്നത്. 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ 11 ദിവസവും വന്ന് തങ്ങുന്ന ഒത്തിരി പേരുണ്ട്. ഇവിടെ തന്നെ തങ്ങി ഇവിടെ തന്നെ പ്രാർത്ഥനകളിൽ മുഴുകി നിൽക്കുന്ന ഒരുപാട് പേര് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ അവർക്കെല്ലാം ഉള്ള അന്നദാനം ഇവിടെ നൽകുന്നുണ്ട്. ഓരോ സംഘടനക്കാർ നൽകുന്നുണ്ട്. നമുക്ക് എല്ലാം ഒന്ന് ചുറ്റി നടന്ന് കണ്ടാലോ? ഇവിടെയാണ് കല്ലടി മസ്താൻ അവറുകളുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഔഷധ കിണർ സ്ഥിതി ചെയ്യുന്നതാണ്. ഇവിടുത്തെ തീർത്ഥം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗശാന്തി ഉണ്ടാകും എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ മനഃശാന്തിക്കും രോഗശാന്തിക്കും ആത്മീയ ശാന്തിക്കും വളരെ 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 പ്രശസ്തമായ ഒരു കേന്ദ്രം കൂടിയാണ് നമ്മുടെ ഭീമാപള്ളി.
അപ്പൊ എന്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബും ഒന്നും ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.